ഇവിടെ ഇപ്പോൾ ഈ രാജ്ഭവൻ സർക്കാർ പോരാണല്ലോ, അപ്പോൾ ആ പോര് ഇപ്പോഴും മുറുകി തന്നെ നിൽക്കുന്നുണ്ട്. ഭാരതാംബ സങ്കല്പത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിൽ ഭാരതമാതാ സങ്കല്പത്തെ കാണാനായെന്ന് ഗവർണർ പറയുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഈ സങ്കല്പത്തെ കൂടുതൽ തെളിമയോടെ മനസ്സിലാക്കി സംഘ പ്രചാരകനാകാനുള്ള പ്രേരണ പ്രബലമായെന്നും ഗവർണർ പറയുന്നു. BJP മുഖപത്രമായ ജന്മഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അർജുൻ രാജ് ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട്. അർജുൻ, ഈ ഭാരതാംബ സങ്കല്പത്തെ ഇവിടെ ആരും എതിർക്കുന്നില്ല, ആരും പറയുന്നില്ല. ഇപ്പം നമ്മൾ തന്നെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഭാരതാംബയുണ്ട്, ഭാരതാംബയുടെ ഒരു രൂപം അല്ലെങ്കിൽ ആ ഒരു പ്രതീകം അതൊക്കെ നമ്മൾ അംഗീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊരു ആരാധനയിലേക്ക് വരുന്നതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം വന്നത്. ഒപ്പം തന്നെ ആ പതാകയായിരുന്നു ഇവിടെ പ്രശ്നമായിട്ട് വന്നത്. ഒപ്പം ആ ഇതിലെ ചിത്രത്തിൽ വന്നിരിക്കുന്ന ഭൂപടമാണ് ഇവിടെ പ്രശ്നമായിട്ട് വന്നത്. അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഈ മുഖപ്രസംഗത്തിൽ ഗവർണർ പ്രതിപാദിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഗവർണറുടെ വാക്കുകളെ ജന്മഭൂമിയിലൂടെ വന്നപ്പോൾ വിലയിരുത്തേണ്ടത്? സേതു, അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ പറഞ്ഞുകൊണ്ടുള്ള ലേഖനമാണ് ഗവർണർ ജന്മഭൂമിയിൽ നൽകിയിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് ഒന്ന്, ഈ പറയുന്ന ഇപ്പോൾ വിവാദമായിട്ടുള്ള ഭാരതാംബയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണ്. അത് ഇങ്ങനെയാണ്: അടിയന്തരാവസ്ഥ കാലത്താണ് തനിക്ക് ഭാരതാംബ സങ്കല്പം കൂടുതൽ തെളിമയോടെ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണർ പറയുന്നത്. അന്ന് അച്ഛനും മകനും, അതായത് ഗവർണറുടെ അച്ഛനും ഒരുമിച്ച് ജയിലിൽ കഴിഞ്ഞ അനുഭവങ്ങളൊക്കെ അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിലാണ് ഭാരതമാതാ സങ്കല്പമെന്ന് ആ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടക്കുന്ന ഘട്ടത്തിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ് ഗവർണർ പറയുന്നത്. ഭാരതമാതാവിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹം തനിക്ക് ശക്തമായി ഉണ്ടായത് ഈ അടിയന്തരാവസ്ഥ കാലത്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ സംഘപ്രചാരകനാകാനുള്ള പ്രേരണ അതിന് കാരണമായി എന്നും പറയുന്നുണ്ട്. RSSുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് തുടങ്ങിയത്, അതെങ്ങനെ സജീവമായി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം. അതിൽ എടുത്തു പറയേണ്ടത്, പഠനത്തേക്കാൾ താല്പര്യം തനിക്ക് RSS ശാഖയോടായിരുന്നു എന്ന് അദ്ദേഹം ആ കുറിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെ തനിക്ക് RSSുമായി ഉണ്ടായിരുന്ന ബന്ധം വ്യക്തമായി പറയുന്ന സുദീർഘമായിട്ടുള്ള ലേഖനമാണ് ഗവർണർ നടത്തിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഗോവയിലാണ് അദ്ദേഹം RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ പോകേണ്ടി വന്നു. ആ ഘട്ടത്തിൽ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. ആ രാഷ്ട്രപതിക്കെതിരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിലാണ് ജയിലിൽ പോകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് നിലവിലുള്ള വിവാദങ്ങൾ അറിയാം. അതായത് RSSുമായി പ്രവർത്തിച്ചുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുകയും അത് വിവാദമാവുകയും ഒക്കെ ചെയ്തു. അത് സംബന്ധിച്ച പരാമർശം കൂടി ഗവർണറുടെ ഈ ലേഖനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അത് ഇങ്ങനെയാണ്: ഗോവയിൽ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായവരിലേറെയും RSS ജനസംഘം പ്രവർത്തകരായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരോ സോഷ്യലിസ്റ്റുകളോ അന്ന് ജയിലിലായിരുന്നില്ല. പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവരുമൊക്കെ ചേർന്നാണ്, അതായത് കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ചേർന്നാണ് ഞങ്ങൾ അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൻ്റെ ഫലം അനുകൂലമായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. അതായത് ഈ വിവാദത്തിൽ കൂടി പങ്കുചേരുകയാണ് ഇപ്പോൾ ഗവർണർ എന്ന് പറയേണ്ടി വരും. ഈ വിവാദം RSSുമായി സഹകരണം ഉണ്ടായിരുന്നുവെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞ പശ്ചാത്തലമുണ്ട്. ആ വിവാദത്തിൽ കൂടി പങ്കെടുക്കുകയാണ് ഗവർണർ. ഞങ്ങൾ RSSുകാർ CPIയും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളുമായി തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പ്രവർത്തിച്ചു എന്നുകൂടി അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഭാരതാംബ എങ്ങനെയാണ് ഇത്രയും ശക്തമായി അതിനോടൊപ്പം നിൽക്കാൻ പ്രേരിപ്പിച്ചെന്ന കാര്യം അദ്ദേഹം പറയുന്നു. RSSുമായിട്ടുള്ള ബന്ധം കൂടി വിശദീകരിച്ചുകൊണ്ടാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. ഓക്കെ അർജുൻ, വ്യക്തമാണ്. അപ്പോൾ ഭാരതാംബ വിവാദത്തിൽ തൻ്റെ പ്രതികരണങ്ങൾ, തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു ഗവർണർ BJPയുടെ മുഖപത്രമായ ജന്മഭൂമിയിലൂടെ. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ രാജ്, തിരുവനന്തപുരത്ത് നിന്ന്.